ഹായ് ഫ്രണ്ട്സ്, ശ്രീനാഥാണ്. നെയ്യാറ്റിങ്കര സ്റ്റേഷനിലാണുള്ളത് നിലവിൽ. നമ്മൾ സാധാരണ ചെയ്യാറുള്ള നാഗർകോവിൽ റൂട്ടിലെ ഡബിളിങ്ങിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പാസഞ്ചറിന് പോകാനാണ് ഇരുന്നത്. അപ്പോൾ പാസഞ്ചറിന് തൊട്ട് പിന്നെ വിവേക് ലേറ്റായിട്ട് വരുന്നുണ്ട്. വിവേക് മീൻസ് ഇന്നലെ രാത്രി പോകേണ്ട വിവേകാണ് ഇപ്പോൾ രാവിലെ നമ്മുടെ നെയ്യാറ്റിങ്കര ലൂപ്പിലേക്ക് ഇതാ കയറി വരുന്നുണ്ട്. വിവേകിന് നേരെ പോകാമെന്ന് വിചാരിച്ചത്. ആകുമ്പോൾ കുറച്ച് നേരത്തെ നമുക്ക് പരിപാടി തീർക്കാനായിട്ട് പറ്റും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നെയ്യാറ്റിങ്കര സ്റ്റേഷനിലെ ലൂപ്പിൽ നമ്മുടെ വിവേക് എക്സ്പ്രസ് പിടിച്ചിരിക്കുകയാണ്. വിവേകിനെ ഇവിടെ പിടിക്കാനായിട്ട് കാര്യം എന്ന് വെച്ചാൽ ഒരു BTPN ക്രോസ് ചെയ്ത് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകാനുണ്ട്. MT-BTPN ആണ്. അതായത് തിരുനെൽവേലിയിൽ ഇന്ധനം എത്തിച്ചിട്ട് തിരിച്ച് നമ്മുടെ ഇരുമ്പനത്തേക്ക് പോകുന്ന കാലി BTPN ആണ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പിടിച്ചിരിക്കുന്നത്. BTPN വരുന്നുണ്ട്. ഇപ്പോൾ BTPN ഒരു വീഡിയോയും കൂടെ എടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ വണ്ടി വിടുന്നതായിരിക്കും. വൃത്തിയുടെ കാര്യത്തിൽ ഭയങ്കര മുമ്പന്തിയിലുള്ള വണ്ടിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. വാഷ് ബേസിൻ്റെ അവസ്ഥയാണ്. എന്തായാലും ഒരു കിടിലൻ ശ്രമമാണ് ഞാൻ നടത്തുന്നത്. കാരണം ഈ ഒരു വണ്ടിയിൽ പോകുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് സിഗ്നലായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നെയ്യാറ്റിങ്കര നിന്ന് സ്റ്റാർട്ട് ചെയ്യും നമ്മുടെ വണ്ടി. അപ്പോൾ നെയ്യാറ്റിങ്കര സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ വണ്ടി പുറപ്പെടുകയാണ്. ഇത് ട്രാക്ക് മെഷീൻ സൈഡിങ് ആണ് നെയ്യാറ്റിങ്കരയിലെ. രാത്രി ആയി കഴിഞ്ഞാൽ ഇവർക്കൊക്കെ നല്ല വർക്കാണ് ഈ വണ്ടികൾക്കൊക്കെ. ഇവിടെ നെയ്യാറ്റിങ്കര സ്റ്റേഷൻ വിട്ടാൽ ഉടനെ നമുക്ക് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തതായിട്ട് കാണാം. നമ്മൾ മെയിൻ ലൈനിലേക്ക് തിരിച്ച് കയറുകയാണ് ലൂപ്പിൽ നിന്ന്. ഇപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ വർക്കുകൾ നടക്കുന്നത് നമുക്ക് കാണാം. ഇവിടെയൊക്കെ വഴിയൊക്കെ വെട്ടിത്തെളിച്ച് ഏറ്റെടുത്ത പഴയ കെട്ടിടങ്ങളൊക്കെ പൊളിച്ചു തുടങ്ങിയിട്ടുണ്ട്.
ഇവിടെയൊക്കെ ലെവലിംഗ് വർക്കുകൾ നടക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പം ആക്ച്വലി ഈ ഒരു സമയത്ത് പോകേണ്ടത് നമ്മുടെ പാസഞ്ചറാണ്. പക്ഷേ പാസഞ്ചറിന് പകരം ഇപ്പം അതേ സ്ലോട്ടിൽ പോകുന്നത് വിവേകാണ്. വിവേക് ലേറ്റായിട്ട് വന്നതാണ്. ഇന്നലെ രാത്രി പോകേണ്ട വണ്ടിയാണ്. ഇത് ഒരു അണ്ടർപാസ് എക്സ്റ്റൻഷൻ എടുത്തതാണ്. അപ്പം ഈ അമ്പലത്തിൻ്റെ അടുത്ത്, ഈ കാണുന്ന അമ്പലത്തിൻ്റെ അടുത്തുള്ള വഴി റോഡെല്ലാം മാറും. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം സ്ഥലമൊക്കെ ഏറ്റെടുത്ത് ലെവലിംഗ് വർക്കുകളൊക്കെ നല്ലപോലെ നടക്കുന്നുണ്ട്. അപ്പോൾ അതായത് ആ അണ്ടർപാസ് കണ്ടതെന്ന് പറഞ്ഞാൽ, അണ്ടർപാസ് നിലവിൽ ഒരു ട്രാക്കിന് അടിയിൽ മാത്രമേ അണ്ടർപാസ് ഉള്ളൂ. അത് ഭാവിയിൽ വരേണ്ട ട്രാക്കിന് നേരെ അടിയിലും അണ്ടർപാസ് നിർമ്മിക്കുന്ന വർക്കുകളാണ് നടക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം ഒരുപാട് മാറ്റമുണ്ട്. ഈ ഏരിയയിലൊക്കെ നല്ലപോലെ വർക്കുകൾ പുരോഗമിക്കുന്നുണ്ട്. ഡബ്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ലെവലിംഗ് വർക്കുകളാണ്, പ്രാഥമിക വർക്കുകളാണ് നടക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം അമരവിള സ്റ്റേഷൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളാണ്. ഇതൊരു നോൺ ഇന്റർലോക്ക് ഗേറ്റ് ആണ്. ഇപ്പം കഴിഞ്ഞു പോയതൊരു നോൺ ഇന്റർലോക്ക് ഗേറ്റ് ആണ്. നോൺ ഇന്റർലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേഷനായിട്ട്, അതായത് സാധാരണ സിഗ്നൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഡിസ്ക്രിപ്ഷൻ വെച്ച് തുറക്കാൻ പറ്റില്ല. നോൺ ഇന്റർലോക്ക് ഗേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് ട്രെയിൻ വരുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് അടയ്ക്കാം, ട്രെയിൻ പോയാൽ ഉടനെ തുറക്കാം. ഇതിപ്പോൾ അമരവിള സ്റ്റേഷനാണ്. രാവിലെ പ്രഭാത സവാരിക്ക് വന്നവരും ഈ പറഞ്ഞ പോലെ ആദ്യത്തെ പാസഞ്ചറിന് പോകേണ്ടവരും ഒക്കെ സ്റ്റേഷനിലുണ്ട്. പിന്നെ ജോലിക്കാരുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ട്രക്കുകളൊക്കെ കിടക്കുന്ന കാണാം. പുതിയ ട്രാക്ക് കറക്റ്റ് പറഞ്ഞാൽ ഈ നമ്മുടെ നിലവിലെ ഈ പ്ലാറ്റ്ഫോം നിൽക്കുന്ന സൈഡിലാണ് പുതിയ ട്രാക്ക് വരേണ്ടത്. ഈ വലതുവശത്തായിട്ട് കാണുന്ന പ്ലാറ്റ്ഫോം ഉള്ള സ്ഥലത്താണ് പുതിയ ട്രാക്ക് വരേണ്ടത്. അതുകൊണ്ട് ആദ്യം അവർ ലെഫ്റ്റ് സൈഡിൽ, അതായത് നമ്മളിപ്പോൾ പോകുന്നതിൻ്റെ ഇടതുവശത്ത് പുതിയ പ്ലാറ്റ്ഫോം നിർമ്മിക്കും. ആ പ്ലാറ്റ്ഫോം നിർമ്മിച്ചിട്ട് ഈ വലതുവശത്ത് കാണുന്ന പഴയ പ്ലാറ്റ്ഫോമിനെ പൊളിച്ചു മാറ്റിയിട്ട് അവിടെ പുതിയ ട്രാക്ക് പണിയുന്നതായിരിക്കും. ഈ സൈഡിലൊക്കെ നല്ലപോലെ വർക്കുകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ കറക്റ്റ് പറഞ്ഞാൽ നമ്മുടെ മറ്റേ ആദ്യത്തെ പാസഞ്ചർ കടന്നു പോകേണ്ട ടൈമിലാണ് നമ്മുടെ ഈ വണ്ടി, അതായത് വിവേക് ലേറ്റായിട്ട് വന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിവേക് ഈ പെട്ടെന്ന് എന്നിലെ ബസ് ഫാൻ എന്ന് ഉണർന്നത്, ഒരു വെള്ളറട്ടയ്ക്ക് പോകുന്നൊരു ബസ് ലെവൽ ക്രോസിൽ കിടക്കുന്നത്. ഇത് നമ്മുടെ അമരവിള സ്റ്റേഷൻ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ലെവൽ ക്രോസ് ആണ്. ഇനി അടുത്തത് ഒരു ലെവൽ ക്രോസും കൂടെ വരും. അത് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, ധനൂച്ചരം സ്റ്റേഷനാണ്. പിന്നെ അതിന് ശേഷം പാറശാല സ്റ്റേഷൻ. അവിടങ്ങളിലെല്ലാം സ്ഥലം ഏറ്റെടുത്ത് വർക്കുകൾ നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഫോട്ടോസ്, എൻ്റെ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുന്നവർക്കറിയാം, കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഒരു ഭാഗത്ത് നിന്നാണ് 2 ഫോട്ടോസ് എടുത്ത് പോസ്റ്റ് ചെയ്തിരുന്നത്. ഒന്ന് ഒരു ഐലൻഡിൻ്റെയും ഒന്നൊരു BTPൻ്റെയും ഫോട്ടോസ് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. അത് ഈ ഒരു ഏരിയ നിന്നായിരുന്നു എടുത്തിരുന്നത്. ഇവിടങ്ങളിലെല്ലാം ഒരുപാട് കുന്നുകളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അത് കാരണം അവർക്ക് ലെവലിംഗ് വർക്കുകളൊക്കെ സാധാരണയിലും കൂടുതലുണ്ട്. നല്ല രീതിയിൽ മണ്ണൊക്കെ നീക്കം ചെയ്ത് ട്രാക്കിന് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങൾ, പുതിയ ട്രാക്കിന് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങൾ ലെവൽ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്.
സൂര്യൻ നമുക്ക് ഓപ്പോസിറ്റാണ്. അത് കാരണം നമ്മുടെ വീഡിയോയിൽ അത്രയ്ക്കൊരു ഇത് കാണില്ല. കാരണം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലാണെങ്കിലും എനിക്ക് സമയം വളരെ കുറവാണ്. അതായത് 10-ാം തീയതി നമ്മുടെ ഒരു വന്ദേ ഭാരത് പുതിയ 20 കാർ ഇനോഗ്രേഷൻ ഉണ്ട്. ഇനോഗ്രേഷനായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഓടിത്തുടങ്ങും. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത ദിവസം തിരുനെൽവേലി പോകണം. തിരുനെൽവേലി വന്ദേ ഭാരത് 16 കാർ ആവുകയാണ് 8-ൽ നിന്ന്. അപ്പോൾ അതൊക്കെ കവർ ചെയ്യാൻ പോകണം. അത് കാരണം സമയമില്ല. അതാണ് ഞാൻ ഈ വെളുപ്പാങ്കാലത്ത് വന്ന് വീഡിയോ എടുക്കുന്നതിൻ്റെ കാര്യം. പിന്നെ പേഴ്സണലായിട്ടുള്ള കുറച്ച് ആവശ്യങ്ങളും കൂടെ ഉള്ളതുകൊണ്ട് 9-ഉം 10-ഉം ഒന്നും എനിക്ക് ഈ പറഞ്ഞ വീഡിയോ കവർ ചെയ്യാനായിട്ടുള്ള ടൈമില്ല. സോ ഓൾറെഡി ഒരു റൗണ്ട് ഞാൻ ഫുൾ യാത്ര ചെയ്ത് വീഡിയോ എടുത്തതാണ്. അതിൻ്റെ അകത്ത് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ആ ഒരു വീഡിയോയുടെ ഓഡിയോ ഞാൻ സംസാരിച്ചുകൊണ്ടാണ് വീഡിയോ എടുത്തത്. അപ്പം അതിൻ്റെ ഓഡിയോ വളരെയധികം മോശമായിപ്പോയി. അത് കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം ആ വീഡിയോസ് ഫുള്ള് ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വന്നു. കാരണം നമ്മൾ വോയിസ് ഓവർ കൊടുത്തിട്ട് പോലും അതിൻ്റെ അകത്ത് ആ ഒറിജിനൽ വോയിസിൻ്റെ ആ ഒരു ഡിസ്റ്റർബൻസ് കാരണം ആ വീഡിയോ എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാനത് മാറ്റി ഫുൾ റൂട്ട് ഒന്നുകൂടെ ട്രാവൽ ചെയ്ത് വീഡിയോ ചെയ്യുവാണ്. അപ്പം ഞാൻ രാവിലെ ഇന്ന് വെളുപ്പിനെ ഞാൻ നമ്മുടെ തിരുവനന്തപുരം പോയിട്ട് തുടങ്ങാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എണീറ്റപ്പോഴത്തേക്ക് 5:45. പിന്നെ ഒന്ന് ഫ്രഷായി നേരെ നമ്മുടെ നെയ്യാറ്റിൻകര സ്റ്റേഷനിലോട്ടാണ് വന്നത്. പക്ഷേ സത്യം പറഞ്ഞാൽ അതൊരു അനുഗ്രഹമായി. നമുക്ക് ഇച്ചിരി നേരത്തെ അങ്ങോട്ട് പോകാൻ പറ്റും. അതേപോലെ തന്നെ തിരിച്ചും നമുക്ക് കുറച്ച് നേരത്തെ വരാൻ പറ്റും. അതായത് നമുക്ക് പാസഞ്ചറിന് പകരം വിവേകാണ് കിട്ടിയത്. അപ്പോൾ ഇപ്പം എൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് വിവേകിന് കന്യാകുമാരി വരെ പോവുക. അവിടുന്ന് കന്യാകുമാരി ചെന്നിട്ട് അവിടുന്ന് തിരിച്ച് ഐലൻഡിന് തിരുവനന്തപുരം വരിക. തിരുവനന്തപുരത്ത് നിന്ന് മെമുവിനോ ഇല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ശേഷാദ്രി റേക്ക് ഷെയറിംഗ് ഉള്ള പാസഞ്ചർ ഉണ്ടല്ലോ, കൊച്ചുവേളി നാഗർകോവിൽ പാസഞ്ചർ, അതിനോ വരിക എന്നുള്ളതാണ് എൻ്റെ ഒരു നിലവിലെ പ്ലാന്. ഇപ്പം കഴിഞ്ഞത് ആനപ്പാറ ഗേറ്റ് എന്നും പറഞ്ഞൊരു ഗേറ്റാണ് ഇപ്പം കഴിഞ്ഞത്. അപ്പോൾ ഇവിടെ തൊട്ട് വീണ്ടും ലെവൽ ചെയ്ത് തുടങ്ങിയിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇനീഷ്യൽ ഫേസിൽ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ വെള്ളമൊക്കെ പോകാനുള്ള ചാലുകളൊക്കെ നിലവിലുള്ള ട്രാക്കിനടിയിലുള്ളതിൻ്റെ എക്സ്റ്റൻഷനായിട്ട് പുതിയ ട്രാക്കിനടിയിലോട്ടും കൂടെ ചെയ്യുന്ന വർക്കുകളൊക്കെയാണ് അവർ ലെവലിംഗ് വർക്കുകളുടെ കൂടെ ചെയ്യുന്നത്. നേരത്തെ നിങ്ങൾ കണ്ടതും ഈ കാണുന്ന ഒരു കോൺക്രീറ്റ് സ്ട്രക്ചറൊക്കെ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിപ്പോൾ നമ്മൾ ഏകദേശം ധനുവച്ചപുരം റെയിൽവേ സ്റ്റേഷൻ എത്താറായിട്ടുണ്ട്. ഇവിടെ ആക്ച്വലി ഒരു കാവൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പണ്ടൊക്കെ വന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുള്ള സ്ഥലമായിരുന്നു. ഈ ഒരു കാണുന്ന സ്ഥലത്തൊക്കെ ഒരു കാവൊക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷെ ആ കാവെല്ലാം ഇപ്പോൾ പോയിട്ടുണ്ട്. ഇപ്പോൾ അതൊന്നും ഇവിടെ കാണാനില്ല. ഇവിടെ എല്ലാം വർക്കുകൾ നടക്കുന്നുണ്ട്. നമ്മുടെ രാത്രിയിൽ റെയിലുകളൊക്കെ റീപ്ലേസ് ചെയ്യുന്ന വർക്കൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ റെയിലൊക്കെ റീപ്ലേസ് ചെയ്യുന്ന വർക്കൊക്കെ നടന്നതുകൊണ്ടാണ് ഇവിടം വരെ നമ്മൾ പതുക്കെ വന്നത്. ഇനിയിപ്പോൾ വണ്ടി സ്പീഡ് പിടിക്കും. 80 km/h മാക്സിമം സ്പീഡ്. ഇവിടെയൊക്കെ വർക്ക് നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. സോറി.
ഇതിപ്പം നമ്മൾ ധനുവച്ചരം സ്റ്റേഷൻ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്താണ് പ്ലാറ്റ്ഫോം. ഇതിപ്പോൾ നമ്മൾ ധനുവച്ചരം സ്റ്റേഷൻ കഴിഞ്ഞ് പാറശാല സൈഡിലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് നിങ്ങൾക്ക് കാണാം ചെറിയ ചെറിയ രീതിയിൽ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ലെവലിംഗ് വർക്കുകളോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം പോകാനുള്ള ചാലൊക്കെ നീളം കൂട്ടുന്ന വർക്കുകളൊക്കെയാണ് നടക്കുന്നത്. മരങ്ങളൊക്കെ വെട്ടി തുടങ്ങിയിട്ടുണ്ട് ഏറ്റെടുത്ത സ്ഥലങ്ങളിൽ. ഇവിടെയൊക്കെ നല്ല കാട് പിടിച്ച സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. ട്രാക്കിനടുത്ത് മരങ്ങളൊക്കെ ഒരുപാട് വെട്ടിയിട്ടുണ്ട്. നിലവിൽ ഈ പാത സിംഗിൾ ലൈൻ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ആളുകൾക്ക്. കാരണം ട്രെയിനുകളൊക്കെ കടന്നു പോകാനായിട്ട്. ഇപ്പം ഇന്നത്തെ ദിവസം ഇപ്പം നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു ഗുഡ്സ് ഉണ്ടായിരുന്നു എക്സ്ട്രാ. ഇപ്പൊ വിവേക് ലേറ്റ് ആയിട്ട് കയറി വന്നു മോർണിംഗ് ടൈമിൽ. സോ മറ്റേ പാസഞ്ചർ വണ്ടികളൊക്കെ ഒരുപാട് ലേറ്റ് ആവും, കമ്പ്യൂട്ടർ വണ്ടികളൊക്കെ. ഇന്നിപ്പോ നാഗർകോവിലോട്ട് പോകേണ്ട സ്ലോട്ടിലാണ് വിവേക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി 10-15 മിനിറ്റ് ലേറ്റ് ആയിട്ട് മറ്റേ നാഗർകോവിൽ പോകേണ്ട വണ്ടി കൊച്ചുവേളിയിൽ നിന്നുള്ള പാസഞ്ചർ അങ്ങോട്ട് പോവുകയുള്ളൂ. നമ്മൾ പാസഞ്ചർ വണ്ടിയുടെ കാര്യം പറഞ്ഞു. ആ കുറച്ചു മുന്നേ നമ്മൾ കണ്ട ഗുഡ്സ് വണ്ടി ഉണ്ടല്ലോ, ഞാൻ കേട്ടത് വെച്ച് ഇതൊരു അണ്ടർപാസ് ആയിരിക്കണം, അതിനുള്ള വീതിക്ക് ചെയ്യുന്നുണ്ട്. നല്ല തോതിൽ ഇവിടെയും ലെവലിംഗ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കണ്ട ഗുഡ്സ് വണ്ടി എന്ന് പറഞ്ഞാൽ 3 മണിക്കും കണ്ട് പാറശാല എത്തിയതാണെന്നാണ് നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന ചേട്ടന്മാര് പറഞ്ഞത്. 3 മണിക്ക് പാറശാല എത്തിയിട്ട് 6:30 എങ്ങാണ്ടായി പാറശാലയിൽ നിന്ന് പിന്നെ എടുക്കുമ്പോൾ. അപ്പം സിംഗിൾ ലൈൻ ആയതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെയാണ്. ഡബിൾ ലൈൻ ആയിരുന്നെങ്കിൽ ആ വണ്ടി നേരെ അങ്ങ് പോയേനെ. ഇവിടെയൊക്കെ അണ്ടർപാസുകളും അതുപോലെ ലെവലിംഗ് വർക്കുകൾ ഒരുപാട് നടക്കുന്നുണ്ട്. ഒരു ചേട്ടൻ വണ്ടിയിലെ അഴുക്കൊക്കെ ആരെയോ വിളിച്ച് കാണിക്കുന്നുണ്ട്. വണ്ടി മൊത്തം അഴുക്കാണ്, ഒരു രക്ഷയില്ല എൻ്റെ അമ്മ. ഇത് ഞാൻ പിന്നെ ഫ്രണ്ടില് കോച്ചിൽ കയറിയത് കൊണ്ട് വലിയ നാറ്റമില്ല. സാധാരണ വിവേക് സ്മെല്ലിനാണ് ഫേമസ്. പിന്നെ ഒരു വിധത്തിൽ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. നമുക്ക് നേരത്തെ എത്താം എന്നുള്ളൊരു കൺസ്ട്രെയിൻ ഉള്ളത് കൊണ്ട്, ആ ഒരു ഗുണം ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങ് പോവാണ് ഈ വണ്ടിയിൽ. ഇതൊക്കെ നേരത്തെ മണ്ണിടിഞ്ഞ് വീണിട്ടുള്ള സ്ഥലങ്ങളാണ്. ഈ ഒരു തടഞ്ഞു വെച്ചിരിക്കുന്നതൊക്കെ കാണുന്നത് നേരത്തെ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലങ്ങളാണ്. പണ്ട് കുറച്ചാൾ മുന്നേ നമ്മുടെ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ ടൈമിൽ സർവീസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പം 21-ലോ 22-ലോ ആണ് മറ്റേ മണ്ണൊക്കെ ഇടിഞ്ഞ് 1-2 ദിവസം പ്രശ്നമായിരുന്ന ഏരിയ ആണത്. അവിടെയൊക്കെ ഒരുപാട് കുന്നുപോലുള്ള പ്രദേശങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് മണ്ണിടിഞ്ഞ് വീഴുന്നതൊക്കെ സ്ഥിരം സംഭവമായിരുന്നു ആ സമയത്ത്. അങ്ങനെയാണ് അവിടെ തടഞ്ഞ് വെച്ചത്. അപ്പോൾ അടുത്തത് ഇവിടെ ഒരു പാസഞ്ചർ പാറശാല ക്രോസ് ചെയ്യാനുണ്ട്. അതായത് നമ്മുടെ കൊല്ലം പോകുന്ന പാസഞ്ചറാണ്. അപ്പോൾ അത് ചിലപ്പം നമ്മളെ ലൂപ്പിൽ പിടിക്കും, ഇല്ലെങ്കിൽ ആ പാസഞ്ചറിനെ ലൂപ്പിൽ പിടിക്കും. ഏതാണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം.
അപ്പോൾ നമ്മളെയാണ് ലൂപ്പിലോട്ട് പിടിക്കുന്നത്. കൊല്ലം പാസഞ്ചറാണ്, നാറോയിൽ കൊല്ലം പാസഞ്ചറാണ്. 6:30-ക്ക് നാറോയിൽ നിന്ന് എടുക്കുന്ന പാസഞ്ചറാണ്. അപ്പോൾ അതിന് പോകാനുള്ള ആൾക്കാരാണ് ഈ മറ്റേ ട്രാക്കിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. വൃത്തിയാക്കാൻ തന്നെ 2 ദിവസം. ഞാൻ നേരത്തെ പറഞ്ഞ ആ വീഡിയോ എടുത്തോണ്ട് പോയ ചേട്ടൻ പറയാണ് ഈ വണ്ടി മൊത്തം വൃത്തിയാക്കാൻ തന്നെ 2 ദിവസം എടുക്കുന്നു. പുള്ളി എന്തോ റെയിൽവേയുടെ സ്റ്റാഫാണെന്ന് തോന്നുന്നു. ആരോടോ കാര്യമായിട്ട് പറയുന്നുണ്ട്. രാവിലത്തെ എന്താ പറയുക, പാസഞ്ചറിന് പോകാനുള്ള ആളുകളാണ് തിരുവനന്തപുരം ഭാഗത്തേക്ക്. ആ മനുഷ്യൻ പറയുക, ഇത്രയും വൃത്തികേടായിട്ട് ഞാൻ കണ്ടിട്ടില്ലെന്ന് ഒരു ട്രെയിന്. ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ അത് യാതൊരു ഗ്യാരണ്ടി ഇല്ല, യാതൊരു ഗ്യാരണ്ടി ഇല്ല. കുട്ടി പോണ്ട ഇതെല്ലാം പിടിച്ചിട്ടിരിക്കുന്നത് 2-3 ദിവസം ലോകം ഓടി വന്നു. ഇരിക്കാനേ പറ്റത്തില്ല. നല്ല അഴുക്കാണ്. ഇപ്പം നടന്നു പോയ എന്ന് വെച്ചാൽ ആ ഡോറിൻ്റെ അവിടെ നിന്ന് നടന്നു പോയ ചേട്ടനാണ് ആ മറ്റേ വൃത്തിയുടെ കാര്യമൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോകുന്ന കൊല്ലം പാസഞ്ചർ, ഈ കാണുന്ന ആൾക്കാരൊക്കെ ഒരുവിധം എല്ലാം തിരുവനന്തപുരം പോകാനുള്ളവരാണ്. രാവിലെ തിരുവനന്തപുരത്തെ വിവിധ ഓഫീസുകളിലേക്ക് പോകുന്ന ആൾക്കാരാണ്. കോയമ്പത്തൂർ നാഗർകോവിൽ വണ്ടിയുടെ റൈഡ് ഷെയറിംഗ് ആണ് ഈ കാണുന്ന കൊല്ലം പാസഞ്ചർ. നാഗർകോവിൽ കൊല്ലം പാസഞ്ചർ എന്ന് പറയുന്നത് കോയമ്പത്തൂർ നാഗർകോവിൽ വണ്ടിയുടെ റൈഡ് ഷെയറിംഗ് ആണ്. ഇത് ഈ കാണുന്ന എല്ലാം ബുദ്ധിമാന്മാരാണ്. നമ്മുടെ എന്താ പറയുക, അപ്പുറത്തെ സൈഡിലെ തിരക്ക് കാരണം ഇപ്പുറത്തുനിന്ന് കയറാൻ വേണ്ടിയിട്ട് നടുക്കോട്ട് ചാടിയ ബിരുദന്മാരാണ്. അവർ സാധാരണ ഇപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ചാടി കയറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഈ വണ്ടി വന്നേക്കുന്നത് കൊണ്ട് അവർക്ക് വണ്ടിയിൽ കൂടെ കയറി ഇറങ്ങാൻ പറ്റി. ഒരുപാട് പേരുണ്ട് ഇങ്ങനെ നടുക്കേറി നിന്ന് കയറുന്നവർ. അവിടെ എല്ലാ ആളുകളുണ്ട്.
അപ്പം നമ്മുടെ കൊല്ലം പോകുന്ന പാസഞ്ചർ പുറപ്പെട്ടിട്ടുണ്ട്. അപ്പം നമുക്കും താമസിയാതെ സിഗ്നൽ കിട്ടും. നമ്മുടെ വിവേകിന് സിഗ്നൽ ആയിട്ടുണ്ട്. നമ്മൾ തിരിച്ച് മെയിൻ ലൈനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇപ്പം നമ്മൾ കേരളം വിടുകയാണ്, തമിഴ്നാട്ടിലോട്ട് എൻട്രി ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ ഒരു ബ്രിഡ്ജുണ്ട്, ആ ബ്രിഡ്ജിലാണ് വെൽക്കം ടു തമിഴ്നാടൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അതായത് നമ്മളിപ്പം വടക്കോട്ട് പോകുമ്പം വെൽക്കം ടു തമിഴ്നാടും, തെക്കോട്ട് തിരിച്ച് നമ്മൾ നാറോയിലേക്ക് പോകുമ്പം വെൽക്കം ടു തമിഴ്നാടും, തിരിച്ച് കേരളത്തിലേക്ക് കയറുമ്പോഴും നമുക്ക് വെൽക്കം ടു കേരളയും നമുക്ക് കാണാൻ പറ്റും. ഇനി അങ്ങോട്ടുള്ള സ്ഥലങ്ങളിൽ കുറച്ച് ദൂരം നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും കാര്യമായിട്ട് നടക്കുന്നില്ല. ഡബിളിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. പിന്നെ വേറെ കേസ് എന്ന് വെച്ചാൽ, ഈ പാറശാല കഴിഞ്ഞ ഉടനെ ഈ വലതുവശത്തല്ല സ്ഥലം എടുത്തിരിക്കുന്നത്, ഇടതുവശത്താണ്. അതായത് നമ്മൾ നാറോയിലോട്ട് പോകുമ്പോൾ ഇടതുവശത്തായിട്ടാണ് സ്ഥലം ഏറ്റെടുത്തിരിക്കുന്നത്. അതെനിക്കൊന്ന് വളവൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കർവൊക്കെ ഉണ്ടല്ലോ, കർവൊക്കെ ഒന്ന് കർവിൻ്റെ ഇമ്പാക്റ്റൊക്കെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ അലൈൻമെൻറ്റിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അനന്തപുരി പോകാനുണ്ട് തിരുവനന്തപുരം ഭാഗത്തേക്ക്. പിന്നെ അത് കഴിഞ്ഞാൽ കൊച്ചുവേളി പാസഞ്ചർ പോകാനുണ്ട്. പിന്നെ പൂനെയാണ് പോകാനുള്ളത്. തിരുവനന്തപുരം നാറോയിൽ പാതയിലെ രണ്ടാമത്തെ ടണലിലേക്കാണ് നമ്മൾ കയറുന്നത്.
ഇവിടെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇടതുവശത്താണ് സ്ഥലം ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലതുവശത്ത് ഇപ്പൊ കാണുന്ന ഭാഗത്ത് കാര്യമായ വർക്കുകളൊന്നും നടക്കുന്നില്ല. ഇനി കുഴിത്തറ സ്റ്റേഷൻ കഴിഞ്ഞതിന് ശേഷം, കുഴിത്തറ വെസ്റ്റ് സ്റ്റേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ സൈഡിൽ വർക്കുകൾ വരുള്ളൂ. ഇവിടങ്ങളെല്ലാം നല്ലപോലെ വളവൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. ഈ റൂട്ടിൽ പിന്നെ സൂപ്പർ ഫാസ്റ്റ് എന്നോ എക്സ്പ്രസ് എന്നോ ഒന്നുമില്ല. ആരാണോ ആദ്യം വരുന്ന ആള് ലൂപ്പിൽ കയറുക, രണ്ടാമത് വരുന്ന ആള് മെയിൻ ലൈനിൽ കൂടെ അടിച്ചുവിട്ട് പോവാ. ആ ഒരു സംഗതിയേ ഉള്ളൂ. പിന്നെ ഇച്ചിരിയെങ്കിലും പ്രയോറിറ്റി ഈ റൂട്ടിൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് അനന്തപുരിക്കാണ്. അനന്തപുരിക്കും പിന്നെ നമ്മുടെ ട്രിച്ചി തിരുവനന്തപുരം ഇന്റർസിറ്റിക്കുമാണ് കുറച്ചെങ്കിലും ഈ റൂട്ടിൽ പ്രയോറിറ്റി കിട്ടുന്ന വണ്ടികൾ. ബാക്കി എല്ലാവർക്കും ഒരുവിധം എല്ലാം കണക്ക് തന്നെ പ്രയോറിറ്റിയൊക്കെ. അപ്പോൾ ഇവിടെ മുതൽ വർക്കുകൾ നടക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു അണ്ടർപാസ് എക്സ്റ്റൻഷൻ എടുത്തിട്ടുണ്ട്. അതേപോലെ പാലത്തിൻ്റെ അലൈൻമെൻറ്റിന് ഒത്ത് പുതിയ ട്രാക്കിനെ കൊണ്ടുവരാനായിട്ട് നല്ല വീതിക്കാണ് ഇവിടെ സ്ഥലം എടുത്തിരിക്കുന്നത്. നേരത്തെ നടന്ന ലെവലിംഗ് വർക്കുകളേ ഉള്ളൂ. അവിടെ എല്ലാം പുല്ലൊക്കെ വളർന്ന് നിൽക്കുകയാണ്. ഇവിടെ ഉണ്ടൊരു അണ്ടർപാസ് പോലെ, അത് എക്സ്റ്റൻഷൻ എടുത്തിട്ടുണ്ട്. പിന്നെ തൊട്ടപ്പുറത്തെ പാലത്തിൽ വർക്ക് നടക്കുന്നുണ്ട്. അതായത് ഗർഡറിൽ സ്ലീപ്പർ മാറ്റുന്ന വർക്ക് നടക്കുകയാണ്. അതിപ്പോൾ കുറേ ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ വണ്ടികൾ സ്ലോയിലേ പോകത്തുള്ളൂ. താമരപരണി നദിയാണ്. ഇവിടെയുണ്ട് ഒരു താമരപരണി. അതായത് നമ്മുടെ കുഴിത്തറയ്ക്ക് സമീപം. നമ്മൾ തിരുനെൽവേലി ചെല്ലുമ്പം തിരുനെൽവേലിയിലും ഉണ്ടൊരു താമരപരണി. ഇത് വലതുവശത്ത് കാണുന്നത് പുതിയ ബ്രിഡ്ജ് നിർമ്മിച്ചേക്കുന്നതാണ്. ഞാൻ എൻ്റെ പഴയ വീഡിയോകളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങൾ നേരത്തെ എൻ്റെ വീഡിയോകൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കേട്ടിട്ടുണ്ടാവും. അതായത്
അപ്പം ഓരോ വർഷവും ഓരോ പദ്ധതികൾക്ക് വേണ്ടിയിട്ട് എമൗണ്ടുകൾ സ്പെൻഡ് ചെയ്യും. എമൗണ്ടുകൾ അനുവദിക്കും. അപ്പം ആ എമൗണ്ട് സ്പെൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, നമ്മളത് ചിലവാക്കിയില്ല എന്നുണ്ടെങ്കിൽ അത് ലാപ്സായി പോകും. അപ്പം അതുമല്ല, അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും അതിൻ്റെ പദ്ധതി വിഹിതത്തിൽ കുറവൊക്കെ വരും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇവരിതുപോലെ പാലങ്ങളൊക്കെ നേരത്തെ പണിത് വെക്കും. അപ്പം അതാകുമ്പം ഭാവിയിലേക്ക് നമുക്ക് ഉപകരിക്കുകയും ചെയ്യും, ഫണ്ട് ലാപ്സായി പോകത്തുമില്ല. ഇനിയിപ്പോൾ അടുത്തൊരു ടണലാണ് നമ്മുടെ NH66 നമ്മുടെ മുകളിൽ കൂടെ പോവും. നമ്മൾ കുഴിത്തറ സ്റ്റേഷനിലേക്ക് ടണൽ വഴി കയറി പോവും. അപ്പോൾ ആ ടണലിന് മുകളിലായിട്ടുള്ളത് NH66 നമ്മുടെ കുഴിത്തറ മാർത്താണ്ഡത്തെ ഫ്ലൈ ഓവറൊക്കെ ആ പാലത്തിൻ്റെ മുകളിലായിട്ടാണ്, ആ ഒരു ടണലിൻ്റെയൊക്കെ മുകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഇനി നമ്മളെ ലൂപ്പ് ചെയ്യുമെന്ന് കണ്ടറിയണം. അനന്തപുരിക്ക് ക്രോസിംഗ് ഉണ്ട്. അടുത്ത ടണലിലോട്ട് നമ്മൾ കയറാൻ പോവാണ്. 3-ാം നമ്പർ ടണലാണ്, 4-ാം നമ്പർ ടണലാണ്. 3-ാമത്തത് ഒരു ചെറിയ ടണലായിരുന്നു കുഴിത്തറയ്ക്ക് അടുത്ത്. ഇതിപ്പോ 4-ാം നമ്പർ ടണലാണ്. ലക്ഷണം കണ്ടിട്ട് നമ്മളെ ലൂപ്പ് ചെയ്യത്തില്ല, എരണിയലിലെ ലൂപ്പ് ചെയ്യത്തുള്ളതാണ് തോന്നുന്നത്. അപ്പൊ ഇവിടെ പിടിക്കുന്നില്ല നമ്മൾ നേരെ ഇനി എരണിയലിലായിരിക്കും നമ്മളെ ലൂപ്പ് ചെയ്യുക. ചിലപ്പം അനന്തപുരി ആദ്യം എരണിയലെത്തിയ അനന്തപുരിയെ ലൂപ്പ് ചെയ്യും, നമ്മൾ ആദ്യം എരണിയലെത്തിയ നമ്മളെ ലൂപ്പ് ചെയ്യും. ഇവിടെ നാല് റോഡുകളൊക്കെ ഉണ്ടായിരിക്കും. 4 പ്ലാറ്റ്ഫോംസ് ഉണ്ടാവും കുഴിത്തറ സ്റ്റേഷനിൽ. നടുക്കുള്ള 2 മെയിൻ ലൈനുകളും വശങ്ങളിലായിട്ടുള്ള 2 ലൂപ്പ് ലൈനുകളും. അങ്ങനെയാണ് കുഴിത്തറ സ്റ്റേഷന്. ഇവിടുത്തെ സ്റ്റേഷനിലും ചെറിയ തോതിൽ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഇനിയുള്ള സ്ഥലങ്ങളിലും ചെറിയ തോതിലെ വർക്കുകളൊക്കെ നടക്കുന്നതായിട്ട് കാണത്തുള്ളൂ. അതായത് നമ്മുടെ പള്ളിയാടി സ്റ്റേഷൻ ഡബിളിംഗ് വർക്കുകൾ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ എരണിയൽ അടുത്ത് തൊട്ടാണ് വർക്കുകൾ കാര്യമായിട്ട് നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുക. അല്ലാതെ കാര്യമായ വർക്കുകൾ നടക്കുന്നില്ലായിരുന്നു. ഞാൻ നേരത്തെ നടത്തിയ യാത്രയിലും അങ്ങനെ അധികം വർക്കുകൾ നടക്കുന്നതായിട്ട് കണ്ടില്ലായിരുന്നു. അപ്പോൾ ഇനിയിപ്പം കുറച്ച് ദൂരം വണ്ടി പോകുന്ന സ്ഥലങ്ങളിൽ നമുക്ക് കാര്യമായ വർക്കുകളൊന്നുമില്ല.
ചെറിയ ചെറിയ വർക്കുകൾ മാത്രമാണ് നടക്കുന്നത്. സ്ഥലം ഏറ്റെടുത്തതായിട്ടോ ലെവലിംഗ് വർക്കുകൾ നടക്കുന്നതായിട്ടോ ഒന്നും നമുക്ക് കാണാനില്ല. അപ്പോ ഇനി അടുത്തത് മെയിനായിട്ട് വർക്ക് നടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ പള്ളിയാടി സ്റ്റേഷനാണ്. പള്ളിയാടി സ്റ്റേഷനിൽ അവർക്ക് നിലവിലുള്ള പ്ലാറ്റ്ഫോം പൊളിച്ച് പണിതാലേ പുതിയ രണ്ടാമത്തെ ട്രാക്ക് അവർക്ക് പണിയാൻ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തവർ പുതിയ പ്ലാറ്റ്ഫോം നിർമ്മിക്കുന്നുണ്ട്. പക്ഷെ ഇടയ്ക്കൊരു വലിയ പാലം പണിയേണ്ടതായിട്ടുണ്ട് അവർക്ക് പള്ളിയാടി സ്റ്റേഷനിൽ. അത് കാരണം ടൈം എടുക്കുന്നുണ്ട് നല്ലപോലെ. $80 km/h ആണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ തിരുവനന്തപുരം നാഗർകോവിൽ സെക്ഷനിലെ മാക്സിമം അനുവദനീയമായ സ്പീഡ്. അതിന്റെ പരമാവധി എടുക്കാനായിട്ട് നമ്മുടെ LP-മാർ ശ്രമിക്കുന്നുണ്ട്. അഞ്ചാം നമ്പർ ടണലാണ് തിരുവനന്തപുരം നാഗർകോവിൽ പാതയിലെ 5ാമത്തെയും അവസാനത്തെയും ടണലാണ് നമ്മളിപ്പോ കയറിക്കൊണ്ടിരിക്കുന്നത്. മൊത്തം 5 ടണലുകളാണ് ഈ റൂട്ടിലുള്ളത്. ഇവിടെയൊക്കെ മുകളിൽ വർക്ക് നടക്കുന്നുണ്ട്, ലെവലിംഗ് വർക്കുകൾ നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ മൺതിട്ട പോലെയുള്ള സ്ട്രക്ചർ ഉള്ളത് കാരണം നമുക്കത് കാണത്തില്ല. ഞാൻ നിങ്ങളെ ഒന്നത് കാണിക്കാൻ ശ്രമിച്ചാണ് ലെവലിംഗ് വർക്കുകൾ നടക്കുന്നത്. പിന്നെ പുതിയ ഈ കാണുന്ന പോലെ പുതിയ ബ്രിഡ്ജുകളൊക്കെ ചെറുതായിട്ടുള്ള ചെറിയ ചെറിയ ബ്രിഡ്ജുകളൊക്കെ വെച്ചിട്ടുണ്ട് പുതിയതായിട്ട്. ഇപ്പൊ ഏകദേശം നമ്മൾ പള്ളിയാടി സ്റ്റേഷൻ അടുക്കുന്നു. ഇനി വരുന്നത് പള്ളിയാടി സ്റ്റേഷനാണ്. അവിടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നതൊക്കെ കാണാം. ഈ കാണുന്നത് വലതുവശത്തായിട്ട് ദൂരെയായിട്ട് കാണുന്നത് പുതിയ പ്ലാറ്റ്ഫോമിനുള്ള സ്ട്രക്ചറാണ്. പഴയ പ്ലാറ്റ്ഫോം ഇപ്പോൾ ഈ കാണുന്നതാണ്. ഈ പ്ലാറ്റ്ഫോം പൊളിച്ചിട്ടായിരിക്കും പുതിയ പ്ലാറ്റ്ഫോം പുതിയ ട്രാക്ക് വരുന്നത്. അതായത് നിലവിൽ ഈ വലതുവശത്ത് കാണുന്ന പഴയ പ്ലാറ്റ്ഫോം ഉള്ള സ്ഥലത്ത് ട്രാക്ക് വരികയും അതിൻ്റെ അപ്പുറത്തായിട്ട് പുതിയ പ്ലാറ്റ്ഫോം വരികയാണ് നടക്കുന്ന വർക്ക് എന്ന് പറയുന്നത്. പള്ളിയാടിയിൽ അപ്പുറത്തെ സൈഡിലും പുതിയ പ്ലാറ്റ്ഫോം പണിയുന്നുണ്ട്. ഡബിൾ ലൈൻ ആയതുകൊണ്ട് തന്നെ 2 സൈഡിലും ഹോൾട്ട് സ്റ്റേഷനിലും പ്ലാറ്റ്ഫോംസ് ഉണ്ടാവും. അനന്തപുരി നാറോൽ ടൗണിൽ നിപ്പുണ്ട്. അപ്പം മിക്കവാറും നമ്മളെ ആയിരിക്കും ആദ്യം എരണിയൽ സ്റ്റേഷനിലെ ലൂപ്പിലേക്ക് പിടിക്കുന്നത്. അവിടെ എന്തോ ഒരു മേൽപ്പാലം പോലെ പണിയുന്നുണ്ട്. ചിലപ്പോൾ അതായിരിക്കും നമ്മുടെ NH 66 മറ്റേ
പുതിയ കഴക്കൂട്ടംകാരോട് ബൈപ്പാസിന്റെ എക്സ്റ്റൻഷൻ ഉണ്ടല്ലോ കന്യാകുമാരിയിലോട്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട 4 വരി പാതയുടെ ഫ്ലൈ ഓവർ ആയിരിക്കാം കണ്ടത്. ഇനിയിപ്പം എരണിയൽ സ്റ്റേഷൻ അടുക്കുമ്പോഴത്തേക്കും നമുക്ക് വലതുവശത്തായിട്ട് നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നത് കാണാം. അതുവരെ കാര്യമായ വർക്കുകളില്ല. ഇവിടങ്ങളിലെല്ലാം ട്രാക്ക് മാറ്റാൻ വേണ്ടിയിട്ട് റെയിലുകളൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ റെയിൽ മാറ്റാനുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. നമ്മൾ ഏകദേശം എരണിയൽ സ്റ്റേഷൻ അടുക്കുന്നു.
വലിയ സ്റ്റേഷനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ രണ്ട് സൈഡിലും സ്റ്റേഷന് മുന്നേ തന്നെ വർക്കുകൾ നടക്കുന്നുണ്ട്. അതായത് 5 റോഡുകളാണ് സ്റ്റേഷനിലുണ്ടായിരിക്കുക. 2 മെയിൻ ലൈനുകളും ബാക്കി 3 ലൂപ്പുകളും ഉണ്ടായിരിക്കുന്ന ഒരു സ്റ്റേഷനായിരിക്കും എരണിയിൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ എരണിയൽ സ്റ്റേഷനിലെ ലൂപ്പിലേക്ക് പിടിക്കുകയാണ്. ഇത് സബ് സ്റ്റേഷനാണ്, ട്രാക്ഷൻ സബ് സ്റ്റേഷനാണ്. അതൊക്കെ നിത്യത്തൊഴിലഭ്യാസം എന്ന് പറയും. ഇത് ഇച്ചിരി അഹങ്കാരമായിരുന്നു. ആദ്യം കണ്ടത് നിത്യത്തൊഴിലഭ്യാസം, രണ്ടാമത് കണ്ടത് പുള്ളിയുടെ കാൽക്കുലേഷൻ ഇച്ചിരി പെശകി. ഭാഗ്യത്തിന് ആ മനുഷ്യൻ വീണില്ല. എരണിയൽ സ്റ്റേഷനിലെ 1ാമത്തെ പ്ലാറ്റ്ഫോമിലോട്ടാണ് നമ്മൾ കയറുന്നത്. 2ാമത്തെ പ്ലാറ്റ്ഫോമാണ് മെയിൻ ലൈന്. അപ്പോൾ അതുവഴി ഇപ്പം നമ്മുടെ അനന്തപുരി കടന്നു പോകുന്നതായിരിക്കും. പ്ലാറ്റ്ഫോമൊക്കെ വിട്ട് കുറച്ച് കയറ്റിയായിരിക്കും നിർത്തുക. നമ്മുടെ സിഗ്നലിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോയിട്ടായിരിക്കും ഈ വണ്ടി ഇവിടെ നിർത്തുക. കാരണം ഈ വണ്ടിക്ക് ഇവിടെ സ്റ്റോപ്പില്ലല്ലോ. അതുകൊണ്ട് കറക്റ്റ് പ്ലാറ്റ്ഫോമിൽ നിൽക്കണമെന്നൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ കോച്ച് ഏകദേശം പുറത്തെത്തി. നമ്മുടെ മുന്നിൽ ഒരു കോച്ചുണ്ട്. അപ്പോൾ നമ്മൾ എരണിയൽ സ്റ്റേഷനിലാണ്, ലൂപ്പ് ലൈനിലാണ്. നമ്മുടെ അനന്തപുരി എക്സ്പ്രസ് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ചെന്നൈ എഗ്മോറിൽ നിന്ന് കൊല്ലത്തേക്ക് പോകുന്ന അനന്തപുരി എക്സ്പ്രസ് എരണിയൽ സ്റ്റേഷനിലെ മെയിൻ ലൈനിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു.
ഒരുപാട് അയ്യപ്പന്മാർ യാത്ര ചെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നത്. കൊല്ലത്ത് എന്നിട്ട് അവർ മിക്കവാറും ചെങ്ങന്നൂരൊക്കെ പോയിട്ട് പോവായിരിക്കും ശബരിമലയ്ക്ക്. തഞ്ചാവൂര്, ചെന്നൈഗ്മൂർ, കൊല്ലം. അപ്പം ഇതിന് നോർമലി അവർ റേക്ക് ഷെയറിംഗ് എന്ന് പറയും. 16886, 16865 ആ 2 ട്രെയിനുകളും അതോടൊപ്പം തന്നെ നമ്മുടെ 20635ഉം 20636ഉം അങ്ങനെ മൊത്തം 4 ട്രിപ്പുകളാണ് ഈ ഒരു റേക്ക് ഓടുക. അപ്പോൾ ആദ്യം 16866 വെച്ച് തഞ്ചാവൂരിൽ നിന്ന് ചെന്നൈ എഗ്മോറിലെത്തും. ട്രിച്ചിയിലാണ് ഈ റേക്കിൻ്റെ മെയിൻ്റനൻസ്. ട്രിച്ചി ഡിപ്പോയുടെ വണ്ടിയാണ്. അപ്പോൾ ട്രിച്ചിയിൽ നിന്ന് ഈ വണ്ടി ചെന്നൈ എഗ്മോർ പോകുന്നു. ചെന്നൈ എഗ്മോറിൽ നിന്ന് കൊല്ലം വരുന്നു. കൊല്ലത്തുനിന്ന് തിരിച്ച് ചെന്നൈ എഗ്മോർ പോകുന്നു. ചെന്നൈ എഗ്മോറിൽ നിന്ന് തിരിച്ച് തഞ്ചാവൂർ പോയിട്ട് അവിടുന്ന് ട്രിച്ചി ചെല്ലും. ട്രിച്ചി CDOയുടെ വണ്ടിയാണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, താഴെയായിട്ട് കുഞ്ഞക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ട്രിച്ചി CDOയുടെ വണ്ടിയാണ്. ട്രിച്ചിയിലാണ് കോച്ചിൻ്റെ മെയിൻ്റനൻസ്. അപ്പം തഞ്ചാവൂർ എന്നിട്ട് തഞ്ചാവൂരിൽ നിന്ന് ട്രിച്ചിയിലേക്ക് ഇത് empty ആയിട്ട് പോകും. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് സിഗ്നൽ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി എരണിയൽ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അടുത്ത ഇനി നാഗർകോവിൽ ടൗണ്, അത് കഴിഞ്ഞാൽ നാഗർകോവിൽ ജംഗ്ഷൻ, പിന്നെ ഈ വണ്ടിയുടെ ലാസ്റ്റ് സ്റ്റോപ്പായ കന്യാകുമാരി വരെ പോകാമെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ ഈ വശത്തായിട്ട് കാണുന്ന, വലതുവശത്തായിട്ട് കാണുന്നത് നമ്മുടെ BOBYN റേക്കിൻ്റെ, ഡിപ്പാർട്ട്മെൻറ്റൽ റേക്കിൻ്റെ ഒരു സൈഡിങ് ആണ്. പിന്നെ ആ മുകളിലായിട്ട് കാണുന്നത് നമ്മൾ തക്കലക്കുള്ള റോഡാണ്. ഓൾറെഡി പുതിയ പാലമൊക്കെ പണിത് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എരണിയൽ മുതൽ നാഗർകോവിൽ ടൗൺ വരെയാണ് നിലവിൽ നമ്മുടെ ഡബ്ലിംഗ് വർക്കുകൾ തകൃതിയായിട്ട് നടക്കുന്നത്. ഇനി അങ്ങോട്ട് മൊത്തം റൂട്ടിൽ നിങ്ങൾക്ക് വർക്കുകൾ കാണാം, ലെവലിംഗ് വർക്കുകൾ. ചില സ്ഥലങ്ങളിൽ ഇതൊക്കെ പോൾസ് ഇടാൻ വേണ്ടിയിട്ടുള്ള കുഴികളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഇനി വാർത്ത് സെറ്റാക്കി വരും. പിന്നെ അതുപോലെ ചില സ്ഥലങ്ങളിൽ നമ്മുടെ ബല്ലാസ്റ്റൊക്കെ ഇട്ട അവസ്ഥയും നിങ്ങൾക്ക് കാണാം. പോളുകളൊക്കെ പ്ലേസ് ചെയ്ത്, കണ്ടക്ടറൊന്നും വലിച്ചിട്ടില്ല. ഇതും ഒരു ഹോളാണ്. തൊട്ടടുത്ത് ഇവിടെ ഒരു പാലമുണ്ട്. ബല്ലാസ്റ്റ് ഇട്ടേക്കുന്നത് നമ്മുടെ നാഗർകോവിൽ ടൗണിന് അടുത്തുള്ള സ്ഥലങ്ങളിലേ ഉള്ളൂ, അല്ലാതെ എങ്ങും ബല്ലാസ്റ്റ് ഇട്ടിട്ടില്ല. ഇതൊരു റോഡിനടിയിൽ മറ്റേ നമ്മുടെ അണ്ടർപാസ് പോലെ അവർ എക്സ്റ്റൻഷൻ എടുക്കുന്നതാണ്. പഴയ പാതയിൽ അണ്ടർപാസ് ഉണ്ട്,
പുതിയ പാതയുടെ സ്ഥലങ്ങളിൽ അണ്ടർപാസ് പുതിയത് പണിയുകയാണ്. തൊട്ടടുത്ത് ഒരു ബ്രിഡ്ജാണ്. അവിടെ ബ്രിഡ്ജ് ഓൾറെഡി കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം നല്ല രീതിയിൽ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഇതിപ്പോ നമ്മൾ എരണിയൽ സ്റ്റേഷൻ വിട്ട് വിരാണി ആളൂർ സ്റ്റേഷന്റെ അടുത്തേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വിരാണി ആളൂർ സ്റ്റേഷനിൽ പഴയ പ്ലാറ്റ്ഫോം പൊളിച്ചു തുടങ്ങിയിരുന്നു. ഞാൻ ആ ഡിലീറ്റ് ചെയ്തെന്ന് പറഞ്ഞ വീഡിയോ എടുത്തില്ലേ, ആ ഒരു സമയത്ത് തന്നെ വിരാണി ആളൂരിൽ അവര് പഴയ പ്ലാറ്റ്ഫോം ഡെമോളിഷ് ചെയ്ത് തുടങ്ങിയിരുന്നു. ഇതും ഒരു മേൽപ്പാലമാണ്. ഇതൊക്കെ ഒരുപാട് നാൾ മുന്നേ തന്നെ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചതാണ്. ഇവിടങ്ങളിൽ ലെവൽ ചെയ്ത സ്ഥലങ്ങളിലൊക്കെ ഏകദേശം കാട് പിടിച്ച അവസ്ഥയാണ്. ആ ഒരു പാലം മിക്കവാറും പുതിയത് പണിയേണ്ടി വരുമെന്ന് തോന്നുന്നു. അത് മൊത്തത്തിൽ ക്ലിയറൻസ് കുറവുള്ള ഒരു സ്ഥലമാണ്. ഇവിടെയൊക്കെ വർക്ക് വളരെ സ്ലോ ആണ്, കാട് പിടിച്ച് കിടക്കുകയാണ് മൊത്തം.
ഇപ്പോൾ ബിരാണിയാളൂർ സ്റ്റേഷനാണ് നിങ്ങൾ കണ്ടത്. അവിടെ പഴയ പ്ലാറ്റ്ഫോമൊക്കെ പൊളിച്ചിട്ട് പുതിയ പ്ലാറ്റ്ഫോമുകൾ പണിയുന്ന പുതിയ ട്രാക്ക് ഇടാനുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ആ പ്ലാറ്റ്ഫോം പഴയ പ്ലാറ്റ്ഫോം ഇരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയ ട്രാക്ക് വരേണ്ട അലൈൻമെൻറ്റിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പഴയ പ്ലാറ്റ്ഫോമിനെ മൊത്തത്തിൽ പൊളിച്ച് നീക്കിയിട്ടുണ്ട്. എന്നിട്ട് അവിടെയാണ് ഇനി ട്രാക്ക് വരാൻ പോകുന്നത്. അപ്പുറത്ത് പുതിയ പ്ലാറ്റ്ഫോം കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഏകദേശം നാറോൾ ടൗൺ സ്റ്റേഷൻ്റെ അങ്ങോട്ട് പോവാണ്. നമ്മുടെ പാർവതിപുരം ഫ്ലൈ ഓവറൊക്കെ ഉള്ള ഭാഗത്തേക്ക് നമ്മൾ അടുക്കുകയാണ്. NH66 നമ്മൾ വീണ്ടും ക്രോസ് ചെയ്യാൻ പോവാണ്. എൻ്റെ നേരത്തെയുള്ള വീഡിയോകൾ കണ്ടിട്ടുള്ളവർക്കും അറിയാം, ഏകദേശം ഞാൻ പഴയ വീഡിയോസിലൊക്കെ ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ പറഞ്ഞാണ് പോയിട്ടുള്ളത്. അവിടെ കുറച്ച് മുന്നിലായിട്ട് കാണുന്നതാണ് നമ്മുടെ NH66. വലത്തെ അറ്റത്തായിട്ട് കാണുന്നതാണ് പാർവതിപുരത്തെ ഫ്ലൈ ഓവർ. ഫ്ലൈ ഓവറിന് അങ്ങോട്ടുള്ള ബോർഡാണ്, കിലോമീറ്റർ ഒക്കെ എഴുതിയ ബോർഡാണ് കാണുന്നത്. ഈ തൊട്ടടുത്തത് നമ്മുടെ നാറോൽ ടൗൺ സ്റ്റേഷനാണ്. ഈ കാണുന്ന ലെവൽ ക്രോസ് നമ്മുടെ പുതിയ ലൈനിന്റെ അലൈൻമെന്റിലാണ് ഇരിക്കുന്നത്. അപ്പൊ അത് ഇപ്പുറത്തെ സൈഡിൽ പുതിയ ലെവൽ ക്രോസ് അവിടുത്തെ പോയിന്റ്സ്മാൻ ഉള്ള റൂമൊക്കെ പണിയുന്നുണ്ട്. അപ്പം ആ റൂം പണിത് മൊത്തം സെറ്റപ്പ് അങ്ങോട്ട് മാറ്റി കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു ബിൽഡിംഗ് പൊളിച്ച് കളയുന്നതായിരിക്കും. ഇതേപോലെ കുറെ ബിൽഡിങ്ങുകൾ ഈ റൂട്ടിൽ പൊളിച്ച് കളഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ഇവിടെയൊക്കെ പുതിയ ലെവൽ ക്രോസ് മറ്റേ നമ്മുടെ പോയിന്റ്സ്മാന്റെ റൂമൊക്കെ വന്നതാണ്. നേരത്തെ ഈ സൈഡിലൊക്കെ പഴയ പോയിന്റ്സ്മാന്റെ റൂമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പൊളിച്ച് മാറ്റി അപ്പുറത്തെ സൈഡിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരെണ്ണം കൂടെ ഈ റൂട്ടിൽ ഉടനെ തന്നെ നമുക്ക് കാണാം പൊളിച്ച് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പൊ പുതിയത് കൺസ്ട്രക്ട് ചെയ്യുന്ന എല്ലാം അപ്പുറത്തെ സൈഡിലാണ്. അപ്പൊ അത് തിരിച്ചു വരുന്ന ട്രിപ്പിൽ നമുക്ക് ആ ഏരിയ കവർ ചെയ്യാം. ഇതാണ് ഞാൻ മറ്റേ ബെല്ലാസ്റ്റൊക്കെ 8 എന്ന് പറയുന്ന ഏരിയ. ഏകദേശം നമ്മൾ നാറോൽ ടൗൺ സ്റ്റേഷൻ അടുക്കുന്നു. നാറോൽ ടൗൺ സ്റ്റേഷനാണ്. നമ്മുടെ കൊച്ചുവേളി പാസഞ്ചർ അവിടെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. കൊച്ചുവേളിയിലെ പുതിയ കൺസ്ട്രക്ഷൻ നടക്കുന്ന ലിഫ്റ്റ് ഒക്കെയാണ് നമ്മൾ ആ കണ്ടത്.
ഇപ്പം നമ്മുടെ നാഗർകോവിൽ ടൗൺ സ്റ്റേഷൻ നമ്മൾ പിന്നിട്ടു. അപ്പോൾ ഇനി അങ്ങോട്ട് ഡബ്ലിംഗ് കഴിഞ്ഞ സ്ഥലങ്ങളാണ്. ഏകദേശം നമ്മുടെ നാഗർകോവിൽ ജംഗ്ഷൻ അടുക്കുമ്പോഴാണ് ഇനി ഡബ്ലിംഗ് കഴിയാത്ത സ്ഥലമുള്ളത്. അപ്പോൾ ആ ഏരിയയുടെ വീഡിയോയും കൂടെ ഞാൻ കാണിക്കാം. പിന്നെ ഞാൻ കന്യാകുമാരി പോകാമെന്ന് വിചാരിച്ചതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് നാഗർകോവിൽ യാർഡിൻ്റെ ഡബ്ലിംഗ് വർക്കുകൾ നടക്കുന്നത് നമുക്കൊന്ന് കാണാമെന്നുള്ളൊരു കണക്കൂട്ടലിലാണ് ഞാൻ കന്യാകുമാരി പോയിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചത്. പിന്നെ വിവേക് ആയതുകൊണ്ട് നമുക്ക് കന്യാകുമാരി വരെ പോയിട്ട് വരുന്നതിനും എളുപ്പമാണ്. വിവേക് എന്തായാലും കന്യാകുമാരി പോവാണല്ലോ, നമുക്ക് ആ കൂടെ അങ്ങ് പോയേക്കാം. നമ്മൾ നാഗർകോവിൽ ടൗൺ സ്റ്റേഷൻ പിന്നിട്ട് നാഗർകോവിൽ ജംഗ്ഷൻ സ്റ്റേഷനിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ എന്താ പറയുക, പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ് ഇതെല്ലാം. നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സ് വന്ന് അവസാനിക്കുന്ന സ്ഥലങ്ങളാണ്. എൻ്റെ ഫേവറേറ്റ് ഫോട്ടോ സ്പോട്ടുകളിൽ ഒന്നാണ് നാഗർകോവിൽ എന്ന് പറയുന്നത്. നാഗർകോവിലായാലും ശരി, ആരൾവായ് മൊഴി ആയാലും ശരി, നാങ്കനേരി, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഞാൻ സ്ഥിരം വന്ന് ഫോട്ടോ എടുത്തോണ്ടിരുന്നതായിരുന്നു. ഒരുപാട് നാളായി ഇപ്പോൾ വന്നിട്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് യാത്രകളും പേഴ്സണൽ കുറച്ച് ആവശ്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി പോയി ഒന്നുകൂടെ ഒന്ന് ഫോട്ടോസൊക്കെ അവിടെ എടുക്കാൻ വേണ്ടിയിട്ട്. നാഗർകോവിൽ ജംഗ്ഷൻ, നാഗർകോവിൽ ജംഗ്ഷൻ. എங்கே ഇറങ്ങണോ? നാഗർകോവില അടുത്ത സ്റ്റേഷൻ. ചെന്നൈക്കോ? ചെന്നൈക്ക് ഇനി വൈകുന്നേരമേ കാണത്തുള്ളൂ. കറക്റ്റ് പറഞ്ഞാൽ നമ്മുടെ ഇപ്പം കുറച്ച് മുന്നേ എരണിയിൽ വെച്ചൊരു ട്രെയിൻ ക്രോസ് ചെയ്ത് പോയില്ലേ, അതാണ് ആദ്യം പോകുന്ന വണ്ടി. ഇല്ല, നേരെ കന്യാകുമാരി പോക്കോ. കന്യാകുമാരി ഇന്ന് സ്റ്റാർട്ടിങ് ഉണ്ട്. കന്യാകുമാരിയിൽ നിന്ന് വൈകിട്ടുണ്ട്. 5:45 കഴിയുമ്പോഴാണ് കന്യാകുമാരി ഇറങ്ങുന്നത് നല്ലത്. കൂട്ടുകാരനുണ്ട്, അപ്പോൾ കണ്ടിട്ട് നേരെ കന്യാകുമാരിക്ക് വന്നാൽ മതി. വൈകിട്ട് 5:45 അവിടെ നിന്ന് സ്റ്റാർട്ടിങ് വണ്ടിയുണ്ട്. 5:30 ആകുമ്പോൾ, ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ എത്തിയാൽ മതി. അതാകുമ്പോൾ സീറ്റും കിട്ടും. ഏതാണ്? പിന്നെ താമ്പരം വണ്ടിയുണ്ട്. താമ്പരം ചെന്നൈ പോവില്ല, താമ്പരമാണ്. അത് ലോക്കലല്ല, അല്ല ഇതുപോലത്തെ കോച്ചാണ്. അല്ല, അതായത് സ്റ്റോപ്പ് കുറവാ, ഇച്ചിരി ചുറ്റിയാ പോകുന്നത്. കുഴപ്പമില്ല. അതെത്ര മണിയാവും? അത് 6 മണിയാവും താമ്പരം എത്തുമ്പോ. അത് കുറച്ച് കറങ്ങിയാ പോകുന്നത്. ഈ കാണുന്നതൊക്കെ നമ്മുടെ ഡബ്ലിങ്ങിന് നടക്കേണ്ട സ്ഥലങ്ങളാണ്. നാഗർകോവിൽ ജംഗ്ഷന്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ.
നമ്മുടെ നാറോയിൽ ജംഗ്ഷൻ ട്രയാങ്കിളൊക്കെ ഇതിനടുത്തായിട്ടാണ്. നമ്മൾ നേരെ 3ാമത്തെ പ്ലാറ്റ്ഫോമിലോട്ടാണ് കയറുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഇപ്പൊ കണ്ട ഡൈവേർഷൻ 1A പോകാനുള്ള ഡൈവേർഷനാണ്. 1A പ്ലാറ്റ്ഫോമിലോട്ട് പോകുന്ന ഡൈവേർഷനാണ് ഇപ്പൊ കണ്ടത്. ഇവിടെ പുതിയ ഇത് 1ാം നമ്പർ പ്ലാറ്റ്ഫോമിലോട്ടും 2ാം നമ്പർ പ്ലാറ്റ്ഫോമിലോട്ടുള്ള ഡൈവേർഷനൊക്കെയാണ്. ഇവിടെ പുതിയ അണ്ടർപാസിന്റെ ഒക്കെ നിർമ്മാണം നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് കാണാം അണ്ടർപാസിന്റെ നിർമ്മാണമൊക്കെ നടക്കുകയാണ്. നമ്മൾ നേരെ മെയിൻ ലൈനിൽ 1ാമത്തെ പ്ലാറ്റ്ഫോമിലോട്ടാണ് കയറുന്നത്. 3ാമത്തെ പ്ലാറ്റ്ഫോമാണ് മെയിൻ ലൈൻ. കന്യാകുമാരിക്കുള്ള മെയിൻ ലൈൻ എന്ന് പറയുന്നത് 3ാമത്തെ പ്ലാറ്റ്ഫോമാണ്. ഇവിടെ 4-5 പ്ലാറ്റ്ഫോമുകൾ പുതിയതായിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നോക്കട്ടെ, പറ്റുമെങ്കിൽ നമുക്ക് തിരിച്ചു വരുമ്പോൾ അത് കാണാം. അപ്പുറത്ത് നമ്മുടെ തിരുനെല്വേലിയിൽ നിന്ന് കന്യാകുമാരിക്ക് പോകുന്ന പാസഞ്ചർ അപ്പുറത്ത് കിടക്കുന്നുണ്ട്. മിക്കവാറും വിവേകിനെ ആയിരിക്കും ആദ്യം വിടാൻ സാധ്യത. നമ്മുടെ നാറോൽ സ്റ്റേഷനിലെ പുതിയ പ്ലാറ്റ്ഫോമാണ് നിങ്ങളീ കാണുന്നത്. 4-5 പ്ലാറ്റ്ഫോമുകളാണ് പുതിയതായിട്ട് നിർമ്മാണം നടക്കുന്നത്. ആക്ച്വലി പ്ലാറ്റ്ഫോമുകൾ വളരെ കുറവുള്ളൊരു സ്റ്റേഷനാണ് നെടുലവിൽ നാറോയിൽ. 3 പ്ലാറ്റ്ഫോമും പ്ലസ് ഒരു 1A പ്ലാറ്റ്ഫോമും കൂടെ വെച്ചുകൊണ്ടുള്ള സർക്കസാണ് നാറോൽ സ്റ്റേഷനിൽ നടക്കുന്നത് സ്ഥിരം. അപ്പോൾ അത് കാരണം അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഈ ഒരു 2 പുതിയ പ്ലാറ്റ്ഫോമുകൾ വരുന്നതോടുകൂടി വളരെയധികം മാറ്റം ഉണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ആ കാണുന്നതാണ് തിരുനെൽവേലിയിൽ നിന്ന് കന്യാകുമാരിക്ക് പോകുന്ന പാസഞ്ചറാണ്. നമ്മുടെ കന്യാകുമാരി പുനലൂരൊക്കെ ആയിട്ട് വരുന്ന അതേ വണ്ടിയാണ്. അപ്പം നമുക്ക് സിഗ്നൽ ആയിട്ടുണ്ട്. നമ്മളാണ് ആദ്യം കന്യാകുമാരിക്ക് പോകുന്നത്. അപ്പം നമ്മുടെ വണ്ടി അതാ പുറപ്പെട്ടിട്ടുണ്ട്. ലേറ്റായിട്ട് വന്നത് കൊണ്ടും പിന്നെ തിരിച്ചു വന്ന വണ്ടിക്ക് മെയിൻ്റനൻസ് നടത്തിയിട്ട് വേണം വൈകിട്ട് 5:45 അടുത്ത ട്രിപ്പ് എടുക്കാനായിട്ട്. അപ്പം പരമാവധി അവിടെ നേരത്തെ കൊണ്ടെത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കണം നമ്മളെ ആദ്യം വിടുന്നത്. അവിടെ ചെന്നിട്ട് ഇപ്പോൾ ഏകദേശം 8:30-9 മണിക്കുള്ളിൽ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 9:30 ഒക്കെ ആകുമ്പോഴത്തേക്കും അവിടെ നിന്ന് തിരിച്ച് പുറപ്പെട്ട് ഇവിടെ വന്ന് പിറ്റ് ലൈനിൽ കയറി ഒരു 6 മണിക്കൂറോളം പിറ്റ് ലൈനിൽ മെയിൻ്റനൻസ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ഈ വണ്ടിക്ക് വൈകുന്നേരം നമ്മുടെ അടുത്ത് തിരിച്ചുള്ള ദീബ്രുഗഡിലായിട്ടുള്ള ട്രിപ്പ് എടുക്കാൻ. പാർസൽ വാനിൽ വന്ന ഗുഡ്സുകളെ ലോറിയിലേക്ക് മാറ്റുന്നതാണ് നിങ്ങൾ അവിടെ കാണുന്നത്. ഇതാണ് നാറോൽ ജംഗ്ഷനിലെ യാർഡിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളാണ് നിങ്ങളീ കാണുന്നത്. യാർഡിൽ ഡബിളിങ് ഇതുവരെ ആയിട്ടില്ല. അതായത് ഇപ്പം നമ്മൾ നാറോയിൽ ജംഗ്ഷനിലേക്ക് കയറിയത് 3ാം നമ്പർ പ്ലാറ്റ്ഫോം വഴിയാണല്ലോ. ഇനി ഭാവിയിൽ 2ാം നമ്പർ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് കന്യാകുമാരിയിൽ നിന്ന് നേരെ വന്ന് തിരുവനന്തപുരത്തോട്ട് പോകുന്ന ലൈനാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ച് മുന്നിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം നമ്മൾ ഈ കാണുന്ന വലതുവശത്ത് കാണുന്ന ഈ ലൈനാണ് ഇനിയും ഭാവിയിൽ കന്യാകുമാരിയിൽ നിന്ന് വന്ന് നേരെ തിരുവനന്തപുരത്തോട്ട് നാറോയിൽ ജംഗ്ഷൻ വഴി പോകുന്ന ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ
അതിൻ്റെ വർക്കുകൾ ഇവിടം വരെ ആയിട്ടുണ്ട്. നേരത്തെ ഞാൻ കണ്ടതിനെക്കാട്ടി കുറച്ചുകൂടെ വർക്ക് നടന്നിട്ടുള്ളതായിട്ട് തോന്നുന്നു. എന്നാലും ഇനിയും യാർഡിലേക്കുള്ള കണക്ഷനൊന്നും ആയിട്ടില്ല. അപ്പം എന്തുകൊണ്ടും നമ്മൾ വിവേകിൽ കയറാനുള്ള തീരുമാനം നന്നായി. നമ്മുടെ പൂനെ വണ്ടി കിട്ടത്തില്ല, കാരണം പൂനെ വണ്ടി നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും കന്യാകുമാരിയിൽ നിന്ന് പുറപ്പെടുന്നു. അപ്പോൾ എന്തായാലും ഉള്ളതാട്ടെ, ഐലൻഡിന് തിരിച്ചു പോരാം, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആവശ്യത്തിന് അവിടെ സമയമൊക്കെ എടുത്തിട്ട് വന്നാൽ മതിയല്ലോ. അപ്പോൾ ഇതാ നമ്മൾ കന്യാകുമാരി ലൈനിലോട്ട് കയറി അടിച്ച് പറത്തി പോവാണ്. 110 ഉണ്ട് ഈ റൂട്ടിൽ. ഇവിടം വരെയാണ് നിലവിൽ ഡബിളിംഗ് പൂർത്തിയായിരിക്കുന്നത് കന്യാകുമാരി നാഗർകോവിൽ. അപ്പോൾ നമ്മൾ ആ വലതുവശത്ത് കാണുന്ന ട്രാക്കിൽ കൂടെ വന്ന് ഈ ജംഗ്ഷനിൽ എത്തുമ്പോഴത്തേക്ക്, ഈ ഒരു പോയിന്റിൽ എത്തുമ്പോഴത്തേക്ക് നമ്മൾ ട്രാക്ക് സ്വിച്ച് ചെയ്ത് പഴയ ലൈനിലേക്ക് വന്ന് കയറുകയാണ് ഇപ്പോൾ ഉള്ള വണ്ടികൾ ചെയ്യുന്നത്. ഹോം സിഗ്നൽ അവിടെ ഈ തൊട്ട് മുന്നിൽ കാണുന്നതാണ് ഹോം സിഗ്നൽ. അപ്പോൾ ഇവിടം വരെ ഡബിളിങ് കഴിഞ്ഞിട്ടുണ്ട്, ഇതിനപ്പുറം ഡബിളിങ് കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ തിരുവനന്തപുരം തൊട്ട് നെയ്യാറ്റിൻകര വരെയുള്ള വീഡിയോയും കൂടെ ഒന്ന് കണ്ടിട്ട് വരിക. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം നാഗർകോവിൽ ഡബിളിംഗ് അപ്ഡേറ്റ്സ്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ നെയ്യാറ്റിൻകര നിന്നായിരുന്നു. അപ്പോൾ നെയ്യാറ്റിൻകരയിൽ നിന്ന് കന്യാകുമാരി പോയി, കന്യാകുമാരിയിൽ നിന്ന് തിരിച്ച് തിരുവനന്തപുരം വന്നു. തിരുവനന്തപുരത്തുനിന്ന് നെയ്യാറ്റിൻകര കവർ ചെയ്താണ് ഈ ഒരു സൈഡ്, അതായത് നാഗർകോവിലിലേക്ക് പോകുമ്പോൾ ഉള്ള വലത്തെ സൈഡ് നമ്മൾ കവർ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ജനശതാബ്ദിയാണ്. ജനശതാബ്ദി മെയിൻ്റനൻസ് കഴിഞ്ഞിട്ട് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടുന്ന് പുറപ്പെടുകയാണ്. അപ്പം നമുക്ക് ഈ സൈഡിലെ കാഴ്ചകളും കണ്ട് അങ്ങോട്ട് പോകാം. നെയ്യാറ്റിൻകര വരെയുള്ള കാഴ്ചകൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം. ജനശതാബ്ദിയുടെ പുതിയ AC കോച്ചുകളാണ് ഇതെല്ലാം. എല്ലാം 2024 കോച്ചുകളാണ്. ഇതോടുകൂടി ജനശതാബ്ദിയുടെ റേക്ക് മൊത്തത്തിൽ 24 കോച്ചുകളാണ്. HOG ഓപ്ഷൻ ലോക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് EOG ലൈവാണ്. വണ്ടിയുടെ EOG ഓണാണ്. അതിൻ്റെ അല്ല, ഈ കിടക്കുന്ന ഇന്നിപ്പം ബുധനാഴ്ചയല്ലേ, അപ്പം നമ്മുടെ നിസാമുദ്ദീൻ വണ്ടിയുടെ EOG ആണ് സൗണ്ട് കേട്ടത്. ആക്ച്വലി നിയമപ്രകാരം 30 മിനിറ്റ്സ് മുന്നേ ഒരു റേക്കിൽ പവർ കൊടുത്താൽ മതി അതിൻ്റെ സോഴ്സ് സ്റ്റേഷനിൽ നിന്ന്. ട്രെയിൻ നേരത്തെ പ്ലാറ്റ്ഫോമിൽ പിടിച്ചാൽ പോലും 30 മിനിറ്റ്സ് മുന്നേ, ആസ് പെർ റൂള് 30 മിനിറ്റ്സ് മുന്നേ അവർക്ക് സപ്ലൈ പ്രൊവൈഡ് ചെയ്ത് മതി. പക്ഷേ ചില സ്റ്റേഷനുകളിൽ നേരത്തെ പവർ ഓൺ ചെയ്യാറുണ്ട്. 30 മിനിറ്റ്സ് കൺസ്ട്രെയിൻ ഒന്നും അവർ നോക്കാറില്ല. പക്ഷേ റൂള് നോക്കിക്കഴിഞ്ഞാൽ 30 മിനിറ്റ് മുന്നെയാണ് പവർ ഓൺ ചെയ്യേണ്ടത്. ഇത് കൊല്ലം കന്യാകുമാരി മെമോ ആണ്. കൊല്ലത്ത് നിന്ന് 11:35 പുറപ്പെടുന്നു, നേരെ കന്യാകുമാരി പോന്നു. 4:05 കന്യാകുമാരിയിൽ നിന്ന് തിരിച്ച് കൊല്ലത്തോട്ട് പുറപ്പെടുന്നു. സിമ്പിളാണ്, ബട്ട് പവർഫുള്ളാണ്. തിരിച്ചു വരുമ്പോൾ വളരെ സിമ്പിളാണ്. കുറേ നേരം അവിടെ പോസ്റ്റ് കിട്ടാറുണ്ട്. തിരുവനന്തപുരത്തോട്ടൊക്കെ കയറി ഇറങ്ങി പോകുന്നതൊക്കെ ഭയങ്കര പാടുള്ള കാര്യമാണ് തിരിച്ചു വരുന്ന സമയത്ത്.
ഇത് തിരുവനന്തപുരം സ്റ്റേഷനിലെ ഷണ്ടിങ് നെക്കാണ്. ആളുകൾ അഴുക്കിടുന്നതാണോ അതോ നാട്ടുകാർ വേസ്റ്റ് വലിച്ചെറിയുന്നതാണോ ഒന്നും ഒരു പിടിയില്ല. നല്ല അഴുക്കുണ്ട്. मसाला का पहले का पहले नहीं पहले मसाला का पहले मसाला നേരത്തെ നമ്മൾ കണ്ട വീഡിയോയുടെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലെ വീഡിയോ സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതായത് നമ്മൾ തിരുവനന്തപുരത്തോട്ട് പോകുമ്പം തിരുവനന്തപുരത്തോട്ട് വരുമ്പോൾ വലത് സൈഡിലുള്ള വീഡിയോ ഞാൻ സെക്കൻഡ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ സൈഡിൽ കാര്യമായ വർക്കുകളില്ല. കാരണം ഈ സൈഡിൽ വന്നാലും നമ്മുടെ മൂന്നാം ലൈനേ വരത്തുള്ളൂ. നേമം തിരുവനന്തപുരം റൂട്ടിലെ മൂന്നാമത്തെ ലൈനായിരിക്കും ഈ സൈഡിൽ വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേമം തൊട്ട് നമ്മുടെ അതായത് തിരുവനന്തപുരം സൗത്ത് തൊട്ട് തിരുവനന്തപുരം നോർത്ത് വരെ ഒരു മൂന്നാം ലൈൻ പണിതിട്ട് അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷണ്ടിങ് ഇല്ലാത്ത സമയങ്ങളിൽ ആ ലൈനിൽ കൂടെ റെയിൽവേ എന്താ പറയുക റെയിൽ ബസ് പോലുള്ള എന്തെങ്കിലും ഒരു സെറ്റപ്പ് ഓടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും ഒരു വരുമാന മാർഗ്ഗമാണ് റെയിൽവേക്ക്. കാരണം ഒരു 2 കോച്ചോ ഇല്ലെങ്കിൽ ഒരു 3 കോച്ചുള്ള മെമോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് ഓടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും റെയിൽവേക്ക് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം നമുക്കൊരു കണക്ടിവിറ്റിയും കിട്ടും. ഈ പറയുന്ന 2 എന്താ പറയുക തിരുവനന്തപുരം നോർത്ത് തിരുവനന്തപുരം സൗത്ത് എന്ന് പറയുന്ന 2 സ്റ്റേഷനുകൾ തിരുവനന്തപുരം സെൻട്രലുമായിട്ട് നല്ല കണക്റ്റഡ് ആയിരിക്കും. അതുപോലെ പേട്ടയിലും സ്റ്റോപ്പ് കൊടുത്ത് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക വേണേൽ അതിനെ കഴക്കൂട്ടം വരെ ഓടിച്ച നമ്മുടെ മെട്രോയ്ക്കൊരു ബദലായിട്ട് തിരുവനന്തപുരത്ത് ഒരു മെട്രോയുടെ ഒരു സെറ്റപ്പ് നമുക്ക് കിട്ടുകയും ചെയ്യാം. അല്ലാതെ തിരുവനന്തപുരത്തെ മെട്രോ ഈ പേപ്പറിൽ കിടന്ന് കളിക്കുന്ന അല്ലാതെ ഒന്നും പ്രാവർത്തികമാവുമെന്ന് നമുക്ക് തോന്നുന്നില്ല. അതുപോലാണ് അതിൻ്റെ അവസ്ഥ ഇപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ളപ്പം റെയിൽവേ ഒരു തേർഡ് ലൈൻ ഒരു കഴക്കൂട്ടത്തിനും തിരുവനന്തപുരം സൗത്തിനും ഇടയ്ക്ക് ഒരു തേർഡ് ലൈൻ പണിത് അതിൽ കൂടെ ഈ പറയുന്ന മെമു പോലെ 2-3 കോച്ചിൻ്റെ മെമു ഓടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെയധികം വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്ക് നല്ല പാട്രണൈസും കിട്ടും. പിന്നെ ആളുകൾക്ക് കൂടുതൽ സൗകര്യവും ആവും. പക്ഷെ അതൊക്കെ ഇച്ചിരി നല്ല എഫേർട്ട് ഉണ്ടായിന്. കാരണം നല്ലപോലെ സ്ഥലം എടുക്കേണ്ടതായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അധികാരികൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരുന്നു. ഞാനീ പറഞ്ഞത് എൻ്റെ ഒരു ഐഡിയ ആണ്. അതായത് കഴക്കൂട്ടം തൊട്ട് ട്രിവാൻഡ്രം സൗത്ത് വരെ ഒരു തേർഡ് ലൈൻ, മൂന്നാമതൊരു റെയിൽവേ ലൈൻ പണിതിട്ട് അതിൽ കൂടെ റെയിൽ ബസ് മോഡലിലോ അല്ലെങ്കിൽ മെമുവിൻ്റെ മോഡലിലോ ഒരു സർവീസ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെയധികം ആളുകൾക്ക് ഉപകാരപ്രദമായിരിക്കും.
ഈ സൈഡിലെങ്ങും കാര്യമായിട്ട് വർക്കുകളില്ല. ഇനി നേമം എത്തുമ്പോഴത്തേക്കും നേമത്തെ മറ്റേ നമ്മുടെ പുതിയ പ്ലാറ്റ്ഫോമുകളൊക്കെ കാണാം. ഒന്നും രണ്ടും പ്ലാറ്റ്ഫോമുകൾ ഈ സൈഡിൽ കാണാം. അപ്പുറത്തെ സൈഡ് നമ്മളിപ്പം കുറച്ച് എന്താ പറയുക, കുറച്ച് മുന്നേ ഇങ്ങോട്ട് വന്നിരുന്നു. പക്ഷേ അവിടെ ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു. പക്ഷേ അത് കാരണം ആ പ്ലാറ്റ്ഫോമിൻ്റെ ഏരിയ നല്ലപോലെ കാണിക്കാൻ പറ്റിയില്ല. കുഴപ്പമില്ല, എന്നാലും അത് അടുത്ത വീഡിയോയിൽ നമുക്ക് കവർ ചെയ്യാം. എന്നാലും അവിടെ പിറ്റ് ലൈൻ്റെ വർക്ക് നടക്കുന്നുണ്ടെന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യമായ വർക്കുകളൊന്നുമില്ല. പിറ്റ് ലൈൻ്റെ വർക്കുകൾ നേമത്ത് ട്രിവാൻഡ്രം സൗത്തിൽ നല്ലപോലെ നടക്കുന്നുണ്ട്, നല്ല സ്പീഡപ്പായിട്ട് നടക്കുന്നുണ്ട്. ട്രിവാൻഡ്രം സൗത്ത് ഒന്ന് വളരെ സ്പീഡപ്പായിട്ട് നടത്തേണ്ട ഒരു കാര്യമാണ്, അതായത് ടെർമിനൽ വർക്ക്. അവിടുത്തെ 4 പ്ലാറ്റ്ഫോമൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തിരുവനന്തപുരത്ത് വന്ന് കൺജഷൻ ഉണ്ടാക്കുന്ന റേക്കുകളെ കൊണ്ടുവന്ന് അങ്ങോട്ട് മാറ്റിയിട്ട് പിന്നീട് സമയം കിട്ടുമ്പം എന്താ പറയുക, ഷണ്ട് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് വണ്ടികൾ നമുക്ക് തിരുവനന്തപുരത്ത് നേരത്തെ എത്തിക്കാൻ പറ്റും. ശബരി, നേത്ര പോലുള്ള വണ്ടികളുടെ ഇഴച്ചിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ 1-2 വണ്ടികൾ വേണമെങ്കിൽ ട്രിവാൻഡ്രം സൗത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിക്ക് ചെയ്യാൻ പറ്റും. ട്രിവാൻഡ്രത്ത് നിന്ന് നേരെ ഷണ്ട് ചെയ്ത് ട്രിവാൻഡ്രം സൗത്തിൽ കൊണ്ടുവന്ന് അവിടെ നിന്ന് സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലും ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താൽ നല്ലതായിരുന്നു. അപ്പോൾ നമ്മൾ നേമ സ്റ്റേഷൻ എടുത്തിട്ടുണ്ട്. മെമു ആയതുകൊണ്ടും പാസഞ്ചർ ആയതുകൊണ്ടും വണ്ടിക്ക് നേമത്ത് സ്റ്റോപ്പുണ്ട്. ട്രിവാൻഡ്രം സൗത്തിൽ സ്റ്റോപ്പുണ്ട്. ക്ഷമിക്കുക, നമുക്ക് കുറച്ച് നാളെങ്കിലും ഈ നേമം എന്നുള്ള പ്രയോഗം വീണ്ടും വരും എൻ്റെ ഭാഗത്തുനിന്ന്. അത് ഉടനെ ഒന്നും മാറൂല. ഇതാണ് 2-1 പ്ലാറ്റ്ഫോമുകൾ ഈ വലതുവശത്തായിട്ട് കാണുന്നതാണ്. ഇത് ഭാവിയിലെ 3ാമത്തെ പ്ലാറ്റ്ഫോം ആയിരിക്കും. നമ്മുടെ വണ്ടി ഇപ്പോൾ കയറുന്നത് 3ാമത്തെ പ്ലാറ്റ്ഫോം അല്ല, 3ാമത്തെ പ്ലാറ്റ്ഫോം മാറും. കാരണം അപ്പുറത്തോട്ട് മാറും. ഇവിടെ ഒരു ട്രാക്ക് ആയിരിക്കും ഭാവിയിൽ വരുന്നത്. നേമത്ത് നേരത്തെ നമുക്ക് കാണാൻ പറ്റാത്ത കാഴ്ചകളാണ്. നമ്മുടെ വണ്ടി നേമത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് പുതിയ ഫുട് ഓവർ ബ്രിഡ്ജാണ്. അപ്പോൾ ആ അപ്പുറത്ത് കാണുന്നതാണ് പുതിയ 3ാമത്തെ പ്ലാറ്റ്ഫോം. അപ്പോൾ നിലവിലുള്ള പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അതിൽ കൂടെയാണ് പുതിയ ട്രാക്ക് വരേണ്ടത്. അപ്പോൾ ഇതെല്ലാം പൊളിച്ച് മാറ്റും. എന്നിട്ട് അപ്പുറത്തായിട്ടായിരിക്കും പുതിയ പ്ലാറ്റ്ഫോം വരുന്നത്. നേമത്തെ ഷണ്ടിങ്ങിനൊക്കെ ഈ സൈഡിലാണ് വരുന്നത്, നെയ്യാറ്റിൻകര സൈഡിലാണ് വരുന്നത്. അപ്പം ഈ ഭാഗത്ത് 3 ട്രാക്കുകൾ മൊത്തം ഉണ്ടായിരിക്കും ഭാവിയിൽ. ട്രിവാൻഡ്രം സൗത്തിൻ്റെ ഷണ്ടിങ്ങിനൊക്കെ ഈ സൈഡിലായിട്ടായിരിക്കും, നെയ്യാറ്റിൻകര സൈഡിലായിട്ടായിരിക്കും.
ബാലരാമപുരം സ്റ്റേഷനാണ്. നമ്മുടെ ഭാവിയിലെ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത് ബാലരാമപുരം സ്റ്റേഷനെ പറ്റിയാണ്. അതായത് ഭാവിയിൽ വിഴിഞ്ഞത്തെ ഗുഡ്സ് ഹാൻഡിൽ ചെയ്യേണ്ട സ്റ്റേഷനാണ് നമ്മുടെ ബാലരാമപുരം എന്ന് പറയുന്നത്. പക്ഷെ നിലവിൽ മന്ത്രിസഭ തീരുമാനവും പിന്നെ അതുപോലെ തന്നെ റെയിൽവേയുടെ തീരുമാനവും നെയ്യാറ്റിൻകര സ്റ്റേഷനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെയ്യാറ്റിൻകര സ്റ്റേഷനെ ഡെവലപ്പ് ചെയ്ത് താൽക്കാലിക കണ്ടെയ്നർ ഹാൻഡിലിംഗ് ടെർമിനലായിട്ട് നെയ്യാറ്റിൻകര ഡെവലപ്പ് ചെയ്യാനാണ് ഇപ്പം നിലവിൽ തീരുമാനം എടുത്തിരിക്കുന്നത്. ഈ ഭാഗങ്ങളിൽ കാര്യമായ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല. ഏകദേശം നമ്മുടെ നെയ്യാറ്റിൻകര തൊട്ടാണ്
ഈ സൈഡിൽ വർക്കുള്ളത്. അത് നമ്മുടെ കുറച്ചുകൂടെ മുന്നോട്ടും ഉള്ള വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് രാവിലെ എടുത്ത വീഡിയോ ആണ്, വെളുപ്പിനെ എടുത്ത വീഡിയോ ആണ്. വെളുപ്പിനെ മീൻസ് അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉണ്ട് ഈ ഭാഗത്തൊക്കെ. പക്ഷേ എന്നാലും മരങ്ങളൊക്കെ വെട്ടിയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഈ സൈഡിൽ മരങ്ങളൊക്കെ വെട്ടിയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. പക്ഷേ അത് മിക്കവാറും എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും ചെറിയ അലൈൻമെൻറ്റ് വ്യത്യാസത്തിനൊക്കെ വേണ്ടിയായിരിക്കും. അല്ലാതെ മൊത്തത്തിൽ നമ്മുടെ പുതിയ ട്രാക്ക് വരാൻ സാധ്യത അപ്പുറത്തെ സൈഡ് തന്നെയാണ്. ഈ സൈഡിൽ ട്രാക്ക് വരില്ല. പിന്നെ നമ്മുടെ എന്താ പറയുക, കണ്ടെയ്നർ ടെർമിനലിൻ്റെ താൽക്കാലിക കണ്ടെയ്നർ ടെർമിനലിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും വഴി തെളിക്കുന്ന പരിപാടികളൊക്കെ എന്തായാലും ഈ സൈഡിലും കാണും. അപ്പം നമ്മൾ നെയ്യാറ്റിൻകര സ്റ്റേഷനിലോട്ട് എത്തുന്നു. ലൂപ്പിലോട്ടാണെന്ന് തോന്നുന്നു നമ്മൾ പിടിക്കുന്നത്. സ്ലോ ഡൗൺ ചെയ്യുന്നുണ്ട്. ലൂപ്പിലോട്ടല്ല, മെയിൻ ലൈനിൽ തന്നെയാണ്. മെയിൻ ലൈനിൽ തന്നെയാണ് നമ്മൾ നെയ്യാറ്റിൻകര പിടിക്കുന്നത്. അപ്പോൾ ഇത് ഇവിടുത്തെ പുതിയ ഫുട് ഓവർ ബ്രിഡ്ജാണ്. പിന്നെ പുതിയ ബിൽഡിംഗ് ഒക്കെ വരുന്നത്, സ്റ്റേഷൻ എൻട്രൻസ് ബിൽഡിംഗ് ഒക്കെ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. നെയ്യാറ്റിൻകരയിലെ അതിൻ്റെ കൺസ്ട്രക്ഷനാണ് ഇവിടെ കാണുന്നത്. ഇതൊക്കെ പാർക്കിംഗ് ഏരിയ ആണ്. ഈ സൈഡിൽ പാർക്കിംഗ് ഏരിയ നല്ല വികസിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് പാർക്കിംഗ് ഏരിയ ഉണ്ട് ഇവിടെ. നമ്മൾ ബാക്കി വീഡിയോ രാവിലെ എടുത്തിരുന്നു അങ്ങോട്ടുള്ളത്. അപ്പോൾ നമ്മൾ വന്ന മെമു ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കും അതൊക്കെ ബാക്കി വീഡിയോ എടുത്തിട്ട് നമുക്കും പുറപ്പെടാം. ഇതാണ് മെമു. അപ്പോൾ ഈ കാണുന്നത് പുതിയ പ്ലാറ്റ്ഫോമുകളാണ്. പിന്നെ 2-3 പ്ലാറ്റ്ഫോമുകളാണ് പുതിയ മെയിൻ ലൈനായിട്ട് വരിക. അപ്പോൾ ഇത് നെയ്യാറ്റിൻകര സ്റ്റേഷനിലെ കുറച്ച് കാഴ്ചകൾ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അത് പുതിയ ഫുട് ഓവർ ബ്രിഡ്ജാണ്. പിന്നെ ഈ സൈഡിൽ നമ്മുടെ പുതിയ സ്റ്റേഷൻ ബിൽഡിങ്ങൊക്കെ നിർമ്മിക്കുന്നുണ്ട്. ആ മുന്നിൽ കാണുന്നതാണ് ഫുട് ഓവർ ബ്രിഡ്ജ്, നെയ്യാറ്റിൻകരയിലെ പുതിയ ഫുട് ഓവർ ബ്രിഡ്ജ്. അപ്പോൾ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസൊക്കെ അവിടെ ഇറക്കുന്നത് നിങ്ങൾക്ക് കാണാം. നല്ല രീതിയിൽ ഇവിടെ കൺസ്ട്രക്ഷൻ ഇപ്പം സ്പീഡപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നമ്മളെല്ലാം കണ്ടിട്ടുള്ളത് തന്നെ ഡബിളിംഗ് എല്ലാം പൂർത്തിയായതാണ്. ഇനി അങ്ങോട്ട് നമ്മൾ കാര്യമായിട്ട് നമ്മൾ വീഡിയോ എടുത്തിട്ട് കാര്യമില്ല. അപ്പം അടുത്തതായിട്ട് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ തിരുവനന്തപുരം തൊട്ട് നാഗർകോവിൽ വരെയുള്ള വലതുവശമാണ് നമ്മളിപ്പം കവർ ചെയ്തത്. ഇനി അടുത്ത ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ട് നാഗർകോവിലും മുതൽ ഏകദേശം കന്യാകുമാരി കഴിഞ്ഞിട്ട് നാഗർകോവിൽ അടുക്കുമ്പോൾ തൊട്ടുള്ള വീഡിയോ ഞാൻ എടുക്കാം. നാഗർകോവിൽ യാർഡിൻ്റെ ഡബിളിംഗ് വർക്ക് കൂടെ നമുക്ക് വലത്തെ സൈഡിൽ, അതായത് കന്യാകുമാരി മുതൽ നമ്മൾ തിരുവനന്തപുരത്തോട്ട് പോകുമ്പോൾ ഉള്ള വലത്തെ സൈഡിലെ കാഴ്ചകളും കൂടെ കാണിക്കുന്ന രീതിയിൽ ഞാൻ രണ്ടാമത്തെ ഒരു വീഡിയോയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടം വരെ കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് അറിയിക്കുക. ഞാൻ വരുത്തേണ്ട കറക്ഷൻസൊക്കെ അതനുസരിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ മാനിച്ച് വരുന്ന വീഡിയോകളിൽ മാറ്റങ്ങൾ വരുത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി. സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ആൻഡ് ബൈ.